വാസ്തുപ്രകാരം വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, പിന്നെ വീടിന്റെ ഏതെങ്കിലും ഒരു ദിക്ക് വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉറപ്പായിട്ടുമുണ്ട്. നമുക്ക് ഒരു വീടിന്റെ വാസ്തുദോഷം മൂലവും വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം. ചില കുട്ടികൾ പഠിക്കാതെ പോകുന്നുണ്ട്, അത് വേറൊരു രീതി. പക്ഷേ വാസ്തു തകരാറ് മൂലം വിദ്യാഭ്യാസം മുന്നോട്ട് പോകാത്ത വീടുകളും കുട്ടികളും ഉണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഏത് ദിക്കിനെയാണ് നമുക്ക് പരിപാലിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ദിക്കിന്റെ പ്രശ്നത്തെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഫുങ്ഷുവ പ്രകാരം ഏതൊരു വീടിന്റെയും വടക്ക് കിഴക്ക് പറയുന്ന ഈശാനകോണ്, അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗം വിദ്യാഭ്യാസത്തിന്റെ അറിവിന്റെ ദിക്കായിട്ട് ഫെങ്ഷുവിൽ അതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം വാസ്തുവിഷന്റെ ശിരസ് വരുന്ന ഭാഗം വടക്ക് കിഴക്കാണ്. അവിടെ ബ്രെയിൻ അത് ബുദ്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് അറിവിന്റെ, ജ്ഞാനത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ ദിക്കായിട്ട് ഫെങ്ഷുയിൽ വടക്ക് കിഴക്ക് ഭാഗത്തെ കണക്കാക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വടക്ക് കിഴക്ക് ഭാഗത്തിന്റെ ഏതൊരു പ്രശ്നവും ആ വീട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സാരമായ രീതിയിൽ ബാധിക്കും. വടക്ക് കിഴക്ക് ഭാഗത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം എന്ന് ചോദിച്ചാൽ, വടക്ക് കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്ന നിർമ്മിതിയിലെ തകരാറുകൾ. ഒന്ന്, വടക്ക് കിഴക്ക് ഭാഗത്ത് ചില വീടുകളിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് പണ്ട് കിണറുള്ളത് കൊണ്ട് ആ ഭാഗത്ത് കുളിമുറിയും വാഷ്റൂമും ടോയ്ലറ്റും ഒക്കെ ചെയ്യുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. പണ്ടത്തെ കാലങ്ങളിലാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും പല വീടുകൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നാൽ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കും. കാരണം പണ്ട് കാലങ്ങളിൽ പിന്നെ മോട്ടറും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് കിണറിനോട് ചേർന്ന ഒരു കുളിമുറിയും ഒരു ടോയ്ലറ്റും പണിയും. എന്നിട്ട് അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം വടക്ക് കിഴക്ക് ഭാഗത്തെ തടസ്സപ്പെടുത്തി മലിനപ്പെടുത്തിക്കൊണ്ട് ആ ഭാഗത്ത് ഒരു ടോയ്ലറ്റ്, അതിന്റെ പുറകിൽ തന്നെ അവിടെ ഒരു സെപ്റ്റിക് ടാങ്കും കാണും. അപ്പൊ ഈശാനകോണിൽ എന്തൊക്കെയായി? ഈശാനകോണിൽ അവിടെ ഒരു കെട്ടിടം വന്നു, അതുപോലെ തന്നെ അത് ടോയ്ലറ്റ് ആയിരുന്നു, അതുപോലെ അതിന്റെ ബാക്കിൽ സെപ്റ്റിക് ടാങ്കും വന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസത്തെ സാരമായ രീതിയിൽ ബാധിക്കും. അതുപോലെ തന്നെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വരുന്നതും വിദ്യാഭ്യാസ സംബന്ധമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസത്തെ ബാധിക്കും. വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക. ഈ ഭാഗത്ത് ഭാരം വയ്ക്കാനോ മറയ്ക്കാനോ മറ്റ് നിർമ്മിതികൾ, ചെടികൾ, മരങ്ങൾ എന്നിവ പാടില്ല. അവിടെ വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കാം. ഇവിടെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ജലസാന്നിധ്യങ്ങളാകാം. ഇവിടെ നമുക്ക് ഈ വീട്ടിലേക്കുള്ള വാതിലുകൾ, ഗേറ്റുകൾ എങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഭാഗത്ത് കൊടുക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പുറമേ വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധികൾ നേടാൻ തുടങ്ങി. ഇനി ഒരു പഠനമുറി നമുക്ക് ഏത് രീതിയിൽ സെറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, വടക്ക് കിഴക്ക് ഭാഗത്ത് പഠനമുറി വരുന്നത് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു പഠനമുറി എടുക്കാം. ഇനി ഫെങ്ഷു പ്രകാരം അതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ 4 ഭാഗ്യദിക്കുകളിൽ 4ാമത്തെ ഡയറക്ഷനായിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ കുവാ നമ്പർ 8 വരുന്നൊരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ ദിക്കെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് എടുത്തിട്ട് അത് ആ ഭാഗത്തോട്ട് നോക്കിയിരുന്ന് പഠിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ പുറകിലായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വാൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു ചെയർ ഇട്ടിട്ട് നമ്മൾ വടക്ക് കിഴക്ക് അല്പം ടിൽറ്റ് ചെയ്തിരുന്ന് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസത്തിൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് ആ ദിക്കിലോട്ട് നോക്കിയിരുന്ന് പഠിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസം മെച്ചപ്പെടുമെന്നും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവുമെന്നും പറയുന്നു. ഇനി അവിടെ ഉപയോഗിക്കാവുന്ന ചില ടൂളുകൾ എന്ന് പറയുന്നത്, ഒന്ന് പഗോഡ ടവറാണ്. ഇതിന് എഡ്യൂക്കേഷൻ ടവർ എന്നും പറയും. ഇത് സ്റ്റഡി ടേബിളിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ അവിടെ വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഗ്ലോബാണ്. ക്രിസ്റ്റൽ ഗ്ലോബും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു 8 ക്രിസ്റ്റൽ ബോളുകൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നതും വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നല്ലതായി ഫെങ്ഷുവിൽ കണക്കാക്കുന്നു. അതുപോലെ ഇതിലത്തെ ഒരു വൈറ്റ് ക്രിസ്റ്റലിന്റെ ബ്രേസ്ലെറ്റ് ധരിക്കുന്നതും വിദ്യാഭ്യാസത്തിന് നല്ലതാണ്. ഇതിന്റെ മാലകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ പെൻഡൻറ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതും വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധിക്ക് നല്ലതാണ്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കൂ. എല്ലാ കുട്ടികളും വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് മുന്നിലോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.